കുറച്ചിങ്ങോട്ട് വാ. ഇത് ഞങ്ങൾ അന്നേരം ഇലിമ്പിക്ക അരി വേണേ. കുറച്ച് പാത്രത്തിൽ ഇട്ടിട്ട് പറയാം. ഇന്നലെ ഞാന് നമ്മുടെ പുതിയ വീട്ടിൽ പോയപ്പം ഇലിമ്പിക്ക കൊണ്ടുവന്നേ. അത് ഇനി രാത്രി തന്നെ അത് കഴുകി വാരി തോരാൻ വെച്ചു. തോരാൻ വെച്ച് കഴിഞ്ഞപ്പം ഇന്ന് രാവിലെ അത് തോരുകയും ചെയ്തു, കുറച്ച് പഴുക്കുകയും ചെയ്തു. കുറച്ച് പഴുത്തു, തോരുകയും ചെയ്തു. അന്നേരം ഇത് നമ്മുടെ വായിലെ തൊലി പോകുകയല്ലേ ഇത് കൂട്ടുമ്പോ. അതുകൊണ്ട് ഇത് ഒന്ന് വെയിലത്തിട്ട് വാട്ടി, ഒരു ദിവസത്തെ വെയിൽ കൊള്ളിക്കാൻ. അതുകൊണ്ട് വെയിലത്തിട്ട് വാട്ടാൻ അത് ഇന്നലെ തന്നെ അരിയണായിരുന്നു. പക്ഷെ ഞങ്ങളത് തോരാൻ വെച്ചു. അന്നേരം ഇത് കുറച്ച് പഴുത്തു പോയി. ആവശ്യം ഉള്ളപ്പോഴേ ഇച്ചിരി അച്ചാറ് കൂട്ടണമെന്ന് തോന്നുമ്പോ നമുക്ക് എടുക്കാമല്ലോ. അന്നേരം ഞാന് ഇത് അച്ചാറിടുന്ന രീതി എങ്ങനെയാന്നോ, എണ്ണയും വെള്ളവും തൊടിയിക്കാതെ അച്ചാർ ഇട്ട് വെക്കും. അത് കഴിഞ്ഞ് ആവശ്യമുള്ളപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് കടുക് പൊട്ടിച്ച് നമ്മുടെ ആവശ്യത്തിന് എടുക്കും. അങ്ങനെ ഇടാലോ എന്നോർത്താ ഞാൻ ഇത്രയും പറിച്ചോണ്ട് വന്നു. എന്തെങ്കിലും വേണ്ടേ. നാരങ്ങ ഇട്ടത് ഇരിപ്പുണ്ടേ അച്ചാറ്. ഇവിടെ ചിലപ്പോഴേ അച്ചാർ കൂട്ടുള്ളൂ, ചിലപ്പം തോന്നിയാല്. എന്നും അച്ചാർ കൂട്ടിയൊരു ഊണില്ല. കറികള്, പുളിയുള്ള കറികളോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ അച്ചാർ വേണ്ട. ഇറച്ചിക്കറിയൊക്കെ ഉണ്ട്, അച്ചാർ വേണ്ട. അല്ലാത്തപ്പം ഇച്ചിരി അച്ചാർ വേണം. അങ്ങനൊക്കെ പറഞ്ഞു. നേരം ഇന്ന് ഞായറാഴ്ച അല്ലേ, ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ കള്ളപ്പം ഉണ്ടാക്കി. ഞാൻ കള്ളപ്പം ഉണ്ടാക്കി, കറിയും ഉണ്ടാക്കി. തേങ്ങാപ്പാലൊഴിച്ച് പോത്ത് കറി വെച്ചു. ഒരു തേങ്ങയുടെ പാലെടുത്തു, അങ്ങനെ കറി വെച്ചു. പിന്നെ കള്ളപ്പത്തിനും അതെ ഒരു തേങ്ങ എടുത്തു. എന്നിട്ട് ഇരുന്നാഴിയല്ല, ഒരു 2.5 ഗ്ലാസ് പൊടി എടുത്ത് കള്ളപ്പം ഉണ്ടാക്കി. അങ്ങനെ ഞാന് ഇറച്ചിക്കറി നിങ്ങൾ വെക്കുന്ന പോലെ ഞാനും വെച്ചത്. 2-ാമത്തെയും 3-ാമത്തെയും പാലെടുത്ത് ഇറച്ചിയും സാധനങ്ങളെല്ലാം വേവിച്ചിട്ട് അരപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ എല്ലാം വെന്ത് പറ്റിയപ്പം തനിപ്പാലൊഴിച്ച് കടുകും പൊട്ടിച്ച് വാങ്ങി അങ്ങനെ വെച്ചു. അതുകൊണ്ട് ഇന്ന് കഴിക്കാൻ എല്ലാ കൂട്ടം ഇരിപ്പുണ്ട്. ഇനി പള്ളിയിൽ പോണം. പള്ളിയിൽ സിബി പണിസ്ഥലത്ത് പോയിട്ടുണ്ടേ. സിബി വരുമ്പോ പള്ളിയിൽ പോണം. അന്നേരം ഇത് കുറെ അരിഞ്ഞിട്ട് നമുക്ക് വെയിലത്ത് ഇടാനായിട്ടേ അമ്മയുടെ കൂടെ കൂടുവാണെങ്കിൽ ഇതിന് വെള്ളം ഉണ്ടെന്നേ നന്നായിട്ട് ഇലിമ്പിക്കായ്ക്കേ. നേരം അതുപോലെ മൂത്തതായിരുന്നു അവിടെ ഉള്ളൂ. അതുകൊണ്ട് മൂത്തതാ പറിച്ചത്. മൂത്ത് പോയായിരുന്നു ഇലിമ്പിയെ നിന്ന് തന്നെ. പക്ഷെ ഇത്രയും മൂക്കണ്ടല്ലേ, ഇത്രയും മൂക്കണ്ടായിരുന്നു. ഇത്രയും മൂത്തതല്ല ഞാനും അല്ലേലും പറിക്കുന്ന. എന്റെ ചേച്ചി ഇലിമ്പിക്ക പറിച്ചിട്ട് നീളപ്പാട് അരിഞ്ഞിട്ട് ഉണക്കി വെക്കും. ഇപ്പൊ ഉണക്കി വെച്ച് കുറച്ച് ഒരു 1.5 കിലോ 2 കിലോ ഉണക്കി വെച്ചു. അത് പിഴിഞ്ഞ് പുളിയെടുത്ത് മീൻകറിക്കകത്ത് ഒഴിക്കാനായിരിക്കും. അത് ഇട്ട് മീൻകറി വെക്കത്തില്ല, കാരണം കുതിർന്ന് കിടക്കും. മീൻകറിക്കകത്തേ കുതിർന്ന് കിടക്കും. അതുകൊണ്ട് ചേച്ചി അതിന്റെ പിശിരി കളയും, പുളിവെള്ളം എടുത്തിട്ട്. അങ്ങനെയാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അങ്ങനെ പിന്നെ ഇത് ഒത്തിരി കൂട്ടാൻ പറ്റിയല്ലേ, വല്ലപ്പോഴും ഒരു അത്യാവശ്യം ഇച്ചിരി കൂട്ടാനേ പറ്റത്തുള്ളൂ. ഒരുപാട് കൂട്ടാൻ പറ്റിയല്ല.
പിന്നെ കണ്ടപ്പോ നമുക്ക് ഏതൊരു സീസൺ ആണേലും മാങ്ങ ഉള്ളപ്പോ മാങ്ങാടെ, ഇലിമ്പിക്ക ഉള്ളപ്പോ ഇലിമ്പിക്ക, പിന്നെ അങ്ങനെ ഓരോരോ സീസൺ ഉള്ളപ്പോഴേ നമുക്ക് തോന്നൂലോ എന്തേലും ചെയ്യാന്. ഇത് മരത്തെ നിൽക്കുന്ന കണ്ടാ വിഷമമാ, അത് പറിച്ച് എന്തേലും ചെയ്യാൻ തോന്നും. പിന്നെ നമ്മള് മീൻ കറി വെക്കും അല്ലമ്മേ, അയല വെക്കും, മത്തി വെക്കും, അയലയും മത്തിയും വെക്കും, ഉണക്കമീൻ വെക്കും. ഉണക്കമീൻ വെച്ചാൽ നല്ല ഉണക്കമീൻ വെക്കും. പക്ഷെ ഒത്തിരി പണ്ടത്തെ പോലെ ഒന്നും ഇതൊന്നും ഏതൊരു സാധനമാണെങ്കിലും ഇപ്പം ഒരുപാടൊന്നും കൂട്ടത്തില്ലെന്നേ. പല അസുഖങ്ങൾക്കും വിരോധവും ഉണ്ട്. എന്നാ ചില അസുഖങ്ങൾക്ക് അങ്ങനെ ഇല്ലാതായി. അതുകൊണ്ട് അമ്മ പഴം അരിയുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് അങ്ങനെ ഞങ്ങള് ചെറുതായിട്ടൊരു കാപ്പി കുടിച്ചു, പാൽ ചായ. ഇന്ന് സൊസൈറ്റിയിൽ നല്ല പാല് മേടിച്ചേ. നമ്മുടെ വീടിന്റെ വാതുക്ക പാല് വന്നു 5:30 ആയപ്പോ. അന്നേരം അത് മേടിച്ച് 1.5 ലിറ്റർ പാല് മേടിച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഞങ്ങള് കുറച്ചെടുത്തു, ബാക്കി മൂടി വെച്ചു. ഇനി ഇത് വെയിലത്തിട്ടിട്ട് കാപ്പി കുടിക്കണം, പാൽ ചായയോ എന്തേലും കഴിക്കുകയോ ഒക്കെ ചെയ്യണം. പിന്നെ അരി തീയലിട്ടു രാവിലെ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയായിട്ട് നിങ്ങളുടെ വീട്ടില് ഞായറാഴ്ചയായിട്ട് ഞാൻ സ്പെഷ്യൽ പറഞ്ഞില്ലല്ലോ, കള്ളപ്പവും പോത്തിറച്ചിയും. കപ്പ വേവിച്ചില്ല. കപ്പ വേവിക്കണോന്ന് ചോദിച്ചപ്പോ സിബി പറഞ്ഞു കപ്പ വേണ്ടെന്ന്. എല്ലാ ഞായറാഴ്ചയും കപ്പയല്ല തിന്നുന്നത്, അതുകൊണ്ട് കപ്പ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാന് കപ്പ വേവിച്ചില്ല, കള്ളപ്പം ആക്കി. ഇനിയിപ്പം അത് കഴിക്കണം. ഇത് ഇച്ചിരി പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെ പണി തീർന്നു. ഒത്തിരി പണി ഇല്ലായിരുന്നു, എന്നാലും ഉള്ള പണി തീർന്നു. ഇനിയിപ്പം സമയം പോക്കിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കണ്ടതും കേട്ടതും പതിനെ ചെയ്യൂന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ. എന്നാലും ധൃതി ഒന്നുമില്ല. ഒരു ചെറിയ തോരൻ വെക്കണം. എന്നാ അമ്മ തോരൻ വെക്കുന്നേ? അച്ചിങ്ങ ഇരിപ്പുണ്ട്, ഇരിപ്പുണ്ട്. തോരനാണ് മെഴുക്കുവരട്ടിയാണോ? ശിവയുടെ ഇഷ്ടത്തിന് വെക്കും. അതൊരിച്ചിരി വെക്കണം തോരൻ. അരി തീയലിട്ടു. അന്നേരം അരിയും കൂടെ വെന്ത രാവിലെ 9 ആകുമ്പോ പണി തീർന്നു. 8:30 ആയില്ലേ? 9 ആകുമ്പോ നമ്മുടെ പണി തീർന്നു. കോഴിയെല്ലാം ഗോതമ്പിന് നടക്കുക. ഞാൻ ഇലിമ്പിക്കായിട്ട് ഇവിടെ ഇരുന്ന ഉദ്ദേശം എന്നാന്നോ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. ഞാനിതൊന്ന് അരിഞ്ഞിട്ട് പറയാം. ഈ ഒരെണ്ണം കൂടെ അരിയട്ടെ, എന്നിട്ട് പറയാം. അയ്യോ, പാപ്പു അന്വേഷിക്കാൻ വന്നു രാവിലെ. കോഴി തീറ്റ തിന്നെ കാണാൻ വന്ന പാപ്പു. കുളിപ്പിക്കാറായി. കുളിപ്പിക്കണം. കാലൊക്കെ കുറഞ്ഞു, എന്നാലും ഇച്ചിരി വേദനയുണ്ട്. ഞാന് എന്നാ പറയാൻ വന്നേ, എപ്പോഴും നൈറ്റിയുടെ കഴുത്തേ മാറിപ്പോകുമെന്നൊരു പേടിയാ. ഇച്ചിരി അയവുണ്ട് ചില നൈറ്റിയുടെ കഴുത്തിന്, അതുകൊണ്ട് മാറിപ്പോകും എന്നൊരു പേടിയാ. അതാ ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിച്ചു നോക്കുന്നത്. ഇവിടെ വേറെ നിങ്ങൾ ഓർക്ക് ചേച്ചി അല്ല ഈ നൈറ്റിയേല് പണിയുന്നതെന്ന്. നൈറ്റിയേല് പിടിച്ചതല്ല കേട്ടോ, കഴുത്ത് താഴോട്ടാകുന്നുണ്ടോന്ന് പേടിച്ചിട്ട് നോക്കുന്ന. അന്നേരം ഞാന് ഒരു കാര്യം പറയാൻ വന്ന എന്നാന്നോ, എന്നാ ഏതാന്ന് നിങ്ങൾ ചോദിക്കരുത് കേട്ടോ. ചോദിക്കുമ്പോ പിന്നെ ഞങ്ങൾക്കും അതൊരു വിഷമാവും. നമുക്കെല്ലാവർക്കും പൈസക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ. അന്നേരം നിങ്ങൾക്കും അറിയാം നമുക്ക് പൈസക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അന്നേരം വീട് പണിതപ്പം മക്കളും മരുമക്കളും പിന്നെ അവരുടെ കുഞ്ഞുമക്കളും എല്ലാവർക്കും കൂടെ നമുക്ക് വേണ്ട സൗകര്യങ്ങള് എന്നോർത്ത് വലിയ വീട് തന്നെ വലിയ വീട് പണിതു. അന്നേരം ഇപ്പൊ അത് പൂർത്തിയാക്കാനായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല. 2 കൂട്ടം പണിയും കൂടെ ഉണ്ട്. ടൈലിടിയിലും പിന്നെ പെയിന്റ് അടിക്കലും ഉണ്ട്.
അന്നേരം വൈറ്റ് സിമെന്റ് അടിച്ചു. തൽക്കാലം വൈറ്റ് സിമെന്റ് അടിച്ചിട്ടിരിക്കുക. പിന്നെ ടൈലെന്ന് പറഞ്ഞാൽ ഹാള് ടൈലിടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഹാള് ടൈലിട്ട് വീട് വെഞ്ചിരിച്ച് എങ്ങനെയെങ്കിലും അങ്ങോട്ടൊന്ന് താമസം മാറ്റണം. ഈ മാസം തന്നെ ചിലപ്പോൾ ഞങ്ങള് പോകും. എന്നാന്ന് ചോദിക്കരുത്. കാരണം ഓരോരോ കുടുംബത്തെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലേ. പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന സ്നേഹമുള്ളവർ നിങ്ങള് എന്നാന്ന് ചോദിക്കരുത്. കാരണം പൈസയുടെ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ മാറാൻ കാരണം. അന്നേരം അവിടെ നിന്ന് ബാക്കി ചെയ്യിക്കാനാ ബാക്കി പണി. പിന്നെ 2 കൂട്ടം പണിയേ ഉള്ളൂ. ബാക്കി വയറിങ്, പ്ലംബിങ്, വൈറ്റ് സിമെന്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ടൈലിടാനുണ്ട്. അത് ഒരുപാടുണ്ട് ടൈലിടാനായിട്ട്. ഒരു 3 ലക്ഷം രൂപയുടെ ടൈല് ഇടാനുണ്ട്. പിന്നെ ഹാളൊക്കെ അത്യാവശ്യം ഹാളൊന്ന് ടൈലിട്ട് കേറുന്ന വീട് വെഞ്ചിരിച്ച് പാലും തിളപ്പിച്ച് അങ്ങോട്ട് കേറും. അത്രേ ഉള്ളൂ. ബാക്കി പണി കഴിഞ്ഞിട്ട് എല്ലാരെയും വിളിച്ച് നന്നായിട്ട് ചെയ്യാലോ എന്നോർത്തോണ്ട. അന്നേരം ചേച്ചി പറഞ്ഞില്ല, എടുത്തില്ല, ചേച്ചി പറയാതെ വീട് മാറി, അങ്ങനെയൊക്കെ ഓർത്തേക്കല്ല. പിന്നെ ഞങ്ങളുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവര് ചിലപ്പോ ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കും. പക്ഷെ ചോദിച്ചാലും ഞാൻ ഇനി ഇതിന് മറുപടി ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇത്രയും കാലം 1 വർഷമായി നിങ്ങൾ എന്നെ കാണാൻ തുടങ്ങിയിട്ടല്ലേ, 1 വർഷം. അന്നേരം നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ വിഷമം എന്നാന്നുള്ളത്. മനസ്സിലാക്കി കമന്റ് ഇടുക. അന്നേരം നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹവും എപ്പോഴും എൻ്റെ കൂടെ വേണം. കാരണം എൻ്റെ ഒരു സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ് ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ എന്നല്ല ഞാൻ ഓർത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പറയുന്ന പോലെ, എൻ്റെ വീട്ടുകാരോട് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. അന്നേരം എല്ലാവരും പ്രാർത്ഥിക്കണം. വീട് മാറുമ്പോൾ ബാക്കിയും കൂടെ വീട് പണി തീർക്കാനുള്ള പെട്ടെന്ന് തന്നെ സാഹചര്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. പിന്നെ എനിക്കതേ പറയാനുള്ളൂ. ഇന്നത്തെ ദിവസം അതേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം എന്ന് പറയണം. നിങ്ങൾക്ക് കാപ്പിക്ക് എന്നാന്ന് പറയണം. പള്ളിയിൽ പോയെന്ന് പറയണം. പിന്നെ ഇന്നലെ സുമച്ചേച്ചി എന്നോട് പറയുക, സുമച്ചേച്ചിയുടെ പശു പ്രസവിച്ചു, അതുകൊണ്ട് പശുക്കുട്ടിക്ക് ഇടാനുള്ള പേര് മോള്, അതുകൊണ്ട് പശുക്കുട്ടിക്ക് ഇടാനുള്ള പേര് പറയണമെന്ന്. ഞാൻ തിരിച്ച് കമന്റ് കൊടുത്ത സുമച്ചേച്ചി ഇടുന്ന ഏത് പേരും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പശുവിന്റെ പേര് ഇന്ന് പറയണം എന്നെ ഇട്ടേന്ന്. കിടാവിന്റെ പേര്, പശുവിന്റെ അല്ല, കിടാവിന്റെ പേര് ഇന്ന് സുമചേച്ചി എന്നോട് പറയണം കമന്റില് എന്നാ പേരിട്ടെന്ന്. അങ്ങനെ നിങ്ങളിൽ ഒരാളായിട്ട്, നിങ്ങളുടെ കൂടപ്പിറപ്പായിട്ട് ഞങ്ങളെ കാണണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. വീടിന്റെ കാര്യം പറയാൻ പറ്റുമ്പം ഞാൻ പറയും ബാക്കിയും കൂടെ. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അന്നേരം ഇന്ന് നമുക്ക് ഈ ലിമ്പിക്ക തട്ടയിലിടണം. തട്ടയില് വെയിലത്തിടണം. അത് കഴിഞ്ഞ് ഇത് ഞാൻ നാളെ എടുത്ത് മുളക് പൊടി, കായപ്പൊടി, ഉലുവ എല്ലാം കൂടെ പൊടിച്ച് വറുത്ത് പൊടിച്ച് ഇത് തിരുമ്മി ഒരു ടിന്നിനകത്തേക്ക് വെക്കും. അന്നേരം ഇത് വെള്ളം ഇറങ്ങൂലോ, അതിന്റെ ചാറിന്റെ വെള്ളം ഇറങ്ങും. അന്നേരം കടുക് പൊട്ടിച്ചെടുക്കുവോ അല്ലെങ്കിൽ അച്ചാറായിട്ട് കൂട്ടുവോ എന്തെങ്കിലും ചെയ്യാലോ. വിനാഗിരി ഒഴിക്കണം അല്ലേ? വിനാഗിരി ഒഴിക്കണ്ടേ? നിങ്ങൾ പറയണേ ഇത് അങ്ങനെ കൂട്ടി വെക്കുമ്പോ വിനാഗിരി ഒഴിക്കണമെന്നേ. വിനാഗിരി ഒഴിച്ചാൽ കേടാകുകയല്ല. അങ്ങനെ പറയണം. പിന്നെ ഇനി ഞാൻ അടുത്ത 2 ആഴ്ച കഴിയുമ്പം വീട് മാറണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്നും കൂടെ നിങ്ങളോട് പറയും. പിന്നെ വീട് മാറുന്ന വീഡിയോ എടുക്കാൻ പറ്റിയാൽ ഇടാം. അല്ലെങ്കിൽ പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ
നമ്മൾ വീഡിയോ ഇടണമല്ലോ എന്നും. അതുകൊണ്ട് വീഡിയോ അവിടെ ചെല്ലുമ്പോൾ ഇടാം. എന്നാണേലും ഞാൻ അന്നേരം ഇപ്പോൾ ഓർക്കുക, യൂട്യൂബിൽ നിന്നും കൂടെ ഇച്ചിരി പൈസ കിട്ടുവാണെങ്കിലേ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ഇച്ചിരി എന്തെങ്കിലും ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്കും മേടിക്കാലോ എന്ന് ഓർത്തു. പക്ഷെ കിട്ടാറായില്ല, ഇനിയും കിടക്കുക ദിവസങ്ങളും മാസങ്ങളും. ചിലപ്പോൾ അടുത്ത മാസം ഒക്കെ കിട്ടുമായിരിക്കും, അറിയത്തില്ല. എന്തെങ്കിലും ആട്ടെ, നമ്മൾ തുടങ്ങി വെച്ചില്ലേ, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പൂർത്തിയാക്കണ്ടേ. അങ്ങനെ അങ്ങനെ കാര്യങ്ങള് അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ എനിക്കറിയത്തില്ലാത്ത. പിന്നെ ആദ്യം നമ്മൾ ഒരു വീട് പണിതായിരുന്നേ. അത് പറമ്പിന്റെ സ്ഥലം മേടിച്ചപ്പം അവിടുത്തെ പറമ്പുകാര് പറഞ്ഞു ഇതിലേ നടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതിലേ നടന്നു. അന്നേരം പിന്നെ ആ വീട് പണിതപ്പോ ഒരുപാട് താമസം വന്നു. കാരണം നമുക്ക് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന പൈസ അന്ന് വരുമാനം ഉള്ളായിരുന്നു, പിള്ളേര് കുഞ്ഞല്ലായിരുന്നോ. അങ്ങനെ വീട് ഒരു 10, 15, 20 വർഷമായി. വീടും കിണറും കുത്തി. കിണറാണെങ്കിൽ ഒരു കോല് താന്നപ്പത്തേനും പാറയായി. ആ പാറ കുത്തി 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 12 കോലാക്കിയപ്പോഴത്തേനും നല്ല ഒരു തുക കിണറിന് പോയി. പിന്നെ വീടിന് ചുമട്ടുകൂലി പോയി. മൊത്തം പൈസ ചുമടിന പോയത് അവിടെ. എന്നിട്ട് പിന്നെ ഞങ്ങൾ 10, 20 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കി എടുത്തു കേട്ടോ. എടുത്തപ്പോ പിന്നെ അവിടെ താമസിക്കാൻ പറ്റിയില്ല. പൂർത്തിയായി. എത്ര മാസം നിന്നമ്മേ? നമ്മൾ 5-8 മാസം കൂടെ നിന്നല്ലേ? 5-8 മാസം കൂടെ നിന്നപ്പോ നമ്മൾ അവിടുന്ന് മാറി. വഴി സൗകര്യം ഇല്ല. അമ്മയ്ക്ക് വയ്യാണ്ട് വന്നപ്പം ആശുപത്രിയിൽ പോകാനായിട്ട് ഏറ്റവും കൂടുതൽ അവിടുന്ന് മാറിയത്. ആശുപത്രിയിൽ പോണായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 1 വർഷം പോയല്ലമ്മേ. ഒരു വർഷത്തോളം മെഡിക്കൽ കോളേജിൽ അമ്മേനെയും കൊണ്ട് നടന്നു. അന്നേരം അമ്മയ്ക്ക് വയറുവേദന കൂടി വരുമ്പോ നടക്കാനുള്ള വഴിയില്ല, സൗകര്യമില്ല, വണ്ടിയില്ല. അങ്ങനെ വഴിയരികു നോക്കി നമ്മൾ ഇങ്ങോട്ട് വന്നതാ. അതുകൊണ്ട് വഴിയില്ലാത്തത് വലിയൊരു പ്രശ്നം തന്നെ കേട്ടോ. അത് വിൽക്കാനിട്ടിരിക്കുക. അയ്യോ, കാക്കയുടെ ഒരു വിഷമം. ഇത്രയും വലിയ കോഴിക്കുഞ്ഞിനെ ഓടിക്കുന്ന കാക്ക. കോഴിക്കുഞ്ഞിനെ ഓടിക്കുക കാക്ക, അതും വലിയ കുഞ്ഞിനെ. അങ്ങനെ അവിടുന്ന് അതുകൊണ്ട് മാറി. പൂർത്തിയായി. പെയിന്റ് അടി എല്ലാം കഴിഞ്ഞായിരുന്നു. പെയിന്റ് അടിയും എല്ലാം കഴിഞ്ഞു. വെള്ളവും കിണർ വെള്ളവും പഞ്ചായത്ത് വെള്ളവും എല്ലാം കിട്ടിയായിരുന്നു. പഴയ വീട്ടില് എല്ലാം കിട്ടി. സന്തോഷമായപ്പോ അവിടുന്ന് മാറേണ്ടി വന്നു, അമ്മയുടെ അസുഖം കാരണം. പിന്നെ അമ്മേനെയും കൊണ്ട് മെഡിക്കൽ കോളേജ് വഴി പോക്കായി. 1 വർഷം മൊത്തം അങ്ങനെ പോയി. അങ്ങനെയൊക്കെ ഇന്ന് വരെ സന്തോഷവും സമാധാനവുമായിട്ടൊന്നും ജീവിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. അതൊരു വിഷമം. ഓർത്താലെല്ലാം വിഷമേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാടൊന്നും നമുക്ക് ചിന്തിക്കാതിരിക്കാവോ, അത്രയും നല്ലത്. അങ്ങനെ അതുകൊണ്ടിപ്പോ പുതിയ വീട് പണി തീർന്നു. എന്നാലും ടൈലിടണ്ടേ? ടൈല് മൊത്തം അമ്മ നെക്കി നോക്കിയിട്ട്. പഴമാണെങ്കി വേണ്ട. അന്നേരം അങ്ങനെ പുതിയ വീട് പൂർത്തിയാക്കാതെ കേറുന്ന കൊണ്ട് അങ്ങനെ ഒരു വിഷമമുണ്ട്. എന്നാലും നമുക്കിവിടെ നിൽക്കാനും പറ്റിയല്ല. പൈസക്ക് പൈസ തന്നെ വേണ്ടേ അല്ലേ? പൈസയ്ക്ക് പകരം വേറെ എന്നാ കൊടുത്താലും ആരും സ്വീകരിക്കുകയല്ല. പൈസക്ക് പൈസ തന്നെ വേണം. അന്നേരം നമ്മളും അത് മനസ്സിലാക്കി നമ്മൾ ഒരുപാട് കടത്തിലേക്ക് പോകാതെ മുങ്ങി താഴാത്ത മുമ്പ് നമ്മൾ രക്ഷപ്പെടാൻ നോക്കുന്ന ഭാഗമാണ് ഇത്. അന്നേരം ഞങ്ങള് 2 ആഴ്ച കഴിഞ്ഞാൽ പോകും. പോയാലും നിങ്ങൾക്ക് എന്നെ എന്നും കാണാം, വീഡിയോ കാണുന്നതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. പോയാലും നിങ്ങളെയും കാണാം, എന്നെയും കാണാം. അന്നേരം നിങ്ങൾ പള്ളിയിൽ പോകുമ്പം പ്രാർത്ഥിക്കണം. അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ, പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ പള്ളിയിൽ പോകുമ്പം അല്ലെങ്കിലും പ്രാർത്ഥിക്കണം. പെട്ടെന്ന് തന്നെ വീടിന്റെ ബാക്കി നോക്കട്ടെ, അതിനകത്ത് പഴമുണ്ടോ. പെട്ടെന്ന് തന്നെ
വീടിന്റെ ബാക്കി പണി തീരാനായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക. കണ്ടോ, ഇച്ചിരി നൈറ്റി, ഇച്ചിരി മാറിപ്പ് തന്നെ, നൈറ്റി മാറിപ്പ്. അന്നേരം അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. അന്നേരം പിന്നെ അയ്യോ, ഇതിനകത്ത് ഒത്തിരി പച്ചയുണ്ടല്ലോ അമ്മ, വലുത്. അമ്മ പറഞ്ഞേ കുറെ പഴമാന്നേ. അത് ഞാൻ നോക്കിയപ്പോ പച്ച കുറെ ഉണ്ട്. അതിങ്ങനെ നമ്മള് വിരല് വെച്ച് നെക്കുമ്പോ പഴമാണെങ്കിൽ പഴമാണെന്ന് അറിയാലോ. അങ്ങനെ അന്നേരം നിർത്തട്ടെ, പള്ളിയിൽ പോണം. പിന്നെ ഇതൊന്ന് വെയിലത്തിടണം, അതാ ഏറ്റവും അത്യാവശ്യം ഇന്നത്തെ.